നമസ്കാരം. കശ്മീരിലെ ഉധംപൂർ ലോക്സഭാ മണ്ഡലം ബിജെപിയിൽ നിന്നും തിരിച്ചുപിടിക്കാനായി ശക്തനായ നേതാവിനെ കളത്തിലിറക്കി ശക്തമായ പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് കാശ്മീരിൽ കോൺഗ്രസ്. കശ്മീരിലെ ഉധംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനായി ജനവിധി തേടുന്നത് സംസ്ഥാനത്തെ ജനകീയനായ പൊതുപ്രവർത്തകൻ ചൗധരി ലാൽ സിംഗ് ആണ്. ചൗധരി ലാൽ സിംഗിന്റെ നേതൃത്വത്തിൽ ഉധംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥിയായ ചൗധരി ലാൽ സിംഗിന് പിന്തുണയുമായി ഇന്ത്യ സഖ്യത്തിലെ മറ്റു കാശ്മീരിലെ പാർട്ടികളും ശക്തമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ട്. ചൗധരി ലാൽ സിംഗിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലുടനീളം നിരവധി മഹാറാലികളും റോഡ് ഷോയും അതുപോലെ തന്നെ ജനകീയ സഭകളും സംഘടിപ്പിച്ചുകൊണ്ട് ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ബിജെപിയിൽ നിന്നും ഉധംപൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ചൗധരി ലാൽ സിംഗ് എന്ന ശക്തനായ നേതാവിന് കീഴിൽ ഉധംപൂരിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൗധരി ലാൽ സിംഗിനായി നിരവധി ദേശീയ നേതാക്കളാണ് ഉധംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ മുൻ PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉധംപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് മഹാറാലിയിൽ പങ്കാളികളായി എത്തിയത് പതിനായിരക്കണക്കിന് ജനതയാണ്. കാശ്മീരിൽ കോൺഗ്രസ് പാർട്ടിക്ക് കരുത്തേകിക്കൊണ്ട് ചൗധരി ലാൽ സിംഗിലൂടെ ഉധംപൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി കാശ്മീരിൽ കോൺഗ്രസിന് കീഴിൽ മറ്റു പാർട്ടികളും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ സഖ്യം ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് അടിത്തട്ടിലടക്കം നടക്കുന്നത്. കാശ്മീരിൽ വലിയ സ്വീകാര്യനായ നേതാവായ ചൗധരി ലാൽ സിംഗിലൂടെ ഉധംപൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ ജനകീയനായ നേതാവിനെ പാർട്ടിയിലെത്തിച്ചുകൊണ്ട് ഉധംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. വരും നാളുകളിലും നിരവധി ദേശീയ നേതാക്കളാണ് ഉധംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചൗധരി ലാൽ സിംഗിന് വേണ്ടി പ്രചാരണത്തിനായി എത്താൻ പോകുന്നത്.